നമസ്കാരം പ്രിയപ്പെട്ടവരെ. ജയകൃഷ്ണയുടെ വീഡിയോ ആണല്ലോ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ആ വീഡിയോ വൈറലായി എന്ന്? അവർ വിവാഹിതയാവുന്നതിന് മുൻപ് തന്നെ സ്വന്തമായ ഒരു ബിസിനസ് നടത്തി അതിൻ്റെ ഹൈസും ലോസും കണ്ടിട്ട് അത് സക്സസ് ആക്കി OBOC എന്ന നിലയിൽ ഇന്നെത്തിച്ചു. പിന്നീട് അവർ ഒരു റിലേഷൻഷിപ്പിൽ ടോക്സിക് ആണ് ആ ബന്ധം എന്ന് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായപ്പം അത് അവസാനിപ്പിച്ച് അതിൻ്റെ പെയിനും സ്ട്രഗിളും സ്വന്തമായി ഏറ്റെടുത്ത് അതിൽ നിന്ന് മുക്തിയായിട്ട് ഒരു പയ്യനെ കണ്ടെത്തി വിവാഹം കഴിച്ചു. ഇതിനിടയ്ക്ക് അവരുടെ ബിസിനസ്സിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം അവർ നല്ല രീതിയിൽ ഓവർകം ചെയ്തു. അതൊക്കെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഓരോ തവണ അവരെടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഉണ്ടല്ലോ, അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ. അവർക്ക് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം അവരെ കൊച്ചിലെ തൊട്ട് അവരൊരു പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഡാൻസ് എന്നുള്ളൊരു സ്കില്ല് കൊണ്ട് അവർ അത്യാവശ്യം നല്ല ഫോളോവേഴ്സിനെ അവർക്ക് ലഭിച്ചു. അങ്ങനെ പല രീതിയിലും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ മികച്ചൊരു എൻ്റർപ്രണർ ആണ് ദിയാകൃഷ്ണ. അതിനുശേഷമാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. മറ്റ് സ്ത്രീകൾക്കൊക്കെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് ദിയാകൃഷ്ണ. കാരണം അവരുടെ ഡിസിഷൻ നോക്കുക, അവർ വിവാഹത്തിനാണെങ്കിലും ഒത്തിരി ആഡംബരമായിട്ടൊന്നും അവർ ചിലവഴിച്ചിട്ടേ ഇല്ല. അവർ വളരെ പരിമിതമായിട്ട് കുറച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മാത്രം വിളിച്ചിട്ടാണ് അവരുടെ വിവാഹ ജീവിതം നടത്തിയത്. അതായത് ഏറ്റവും അടുത്ത അവരുടെ ആ വിവാഹത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരെ മാത്രമാണ് അവർ വിളിച്ചിട്ട് വിവാഹം ആഘോഷിച്ചത്. അത്യാവശ്യമായിട്ട് ഒരു ആഡംബരമോ ഒരു അനാർഭാട ചിലവോ ഒന്നും അവർ അതിലാക്കിയിട്ടില്ല. കാരണം അത്രയും ഹാർഡ് ഏൺഡ് മണിയാണത്. അപ്പം അവരത് സ്പെൻഡ് ചെയ്യുന്നതിൽ അവരും അവരുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ്. നമ്മളൊക്കെ ഒരു ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. ഇത്രയും ചിലവാക്കണോ, ഇത്രയും വേണോ, അല്ലെ അവരെ വിളിക്കണോ, അതൊന്നുമില്ല. അവർ ഭയങ്കര ഒരു ക്ലാരിറ്റിയോടെയാണ് അതിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് പ്രസവം, നമ്മൾ ഏറ്റവും മെൻ്റലി സ്ട്രോങ് ആവേണ്ട ഒരു ടൈം നമ്മുടെ പ്രസവമാണ്. അതിൽ അവർ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എടുത്തു, എപ്പിഡ്യൂറൽ എടുത്തു. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹാർഡ് ഏൺ ചെയ്ത ആ മണി കൊണ്ടാണ്. അതായത് അവർ ഹാർഡ് ഏൺ ചെയ്തു, അവർ എന്ന് വെച്ചാൽ അവർ സേവ് ചെയ്തു. അത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടിയാണ് അവർക്ക് ആ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കഴിഞ്ഞത്. ഓരോ ഘട്ടത്തിലും, വിവാഹത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലും അവരുടെ അച്ഛനല്ല അവർക്ക് വേണ്ടി പണം മുടക്കിയത്. അവർ സ്വന്തമായിട്ട് സമ്പാദിച്ച് സ്വന്തമായിട്ട് ഒരു പയ്യനെ ഇഷ്ടപ്പെട്ട് അവരെല്ലാ രീതിയിലും അങ്ങനെയാണ് മുന്നോട്ട് പോയത്. കല്യാണത്തിനാണെങ്കിലും വിവാഹത്തിനാണെങ്കിലും അവർ എപ്പിഡ്യൂറൽ എടുത്തിട്ട് അത്രയും ഫെസിലിറ്റീസ് ഉള്ളത് അതിനു വേണ്ടി മാത്രമാണ്. കാരണം അവരത്രയും മെൻ്റലി സ്ട്രോങ് ആയെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഫെസിലിറ്റീസ് കിട്ടിയെങ്കിൽ, അതല്ലെങ്കിൽ ട്രോമയാണ് ജീവിതകാലം മുഴുവൻ. നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന, എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ തന്നെ എല്ലാവർക്കും കഴിയട്ടെ, എല്ലാ സ്ത്രീകൾക്കും.